ബേസ്ഡ് ആയാലും നമുക്ക് ഇതിന്റെ പെർമിഷന്റെ ആവശ്യം ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അവർ വന്ന് ബാൻ ചെയ്യുക, പെനാൽറ്റി അടിക്കുക, അങ്ങനെയുള്ള കാര്യം സംഭവിക്കും. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ കോപ്പി, അപ്പോൾ അത് നേരത്തെ ജിജി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഈ വീട്ടിലല്ലേ തുടങ്ങുന്നതിന്റെ ആവശ്യമില്ല എന്നുള്ളത്. സ്വന്തം അനുഭവമാണ് പറഞ്ഞത്. കാര്യം ഇതെല്ലാം ചെയ്യണം എങ്കിലേ ലേഡീസിന് MSMEയുടെ ലോൺസ്, PMEGPയുടെ ലോൺസ് അതൊക്കെ അവൈൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളും കൂടാണ്ട് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, എന്റെ അനുഭവമാണ് ഞാൻ ചെയ്തത്. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ടപ്പില് 50,000 വെച്ചാണ് ഒരു റൂമിൽ ഫസ്റ്റ് ചെയ്തത്. മാസം മികച്ചൊരു വരുമാനം നേടാൻ സാധിക്കുന്ന ബിസിനസ് ആശയമാണ് സലൂൺ ആൻഡ് സ്പാ ബിസിനസ്. നിങ്ങളും ഈ ഒരു മേഖലയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ കോഴ്സ്. ഞങ്ങളുടെ മെന്റർ ജിജി AS ബോസ്വാലയിലൂടെ നിങ്ങളെ സഹായിക്കും. എങ്ങനെ വിജയകരമായി സലൂൺ ആൻഡ് സ്പാ ബിസിനസ് നടത്താമെന്ന് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ പഠിക്കാൻ സാധിക്കും. സലൂൺ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ വൈവിധ്യവും അറിവും എങ്ങനെ നേടാമെന്ന് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. വരൂ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്, എന്റെ അനുഭവമാണ് ഞാൻ ചെയ്തത്. അതായത് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ടപ്പില് 50,000 വെച്ചാണ് ഒരു റൂമിൽ ഫസ്റ്റ് ചെയ്തത്. ജസ്റ്റ് 50,000. ഓക്കെ, ഒരു റൂമിൽ തുടങ്ങി. റൂമിൽ നമ്മൾ അത്യാവശ്യം എല്ലാ എക്യുപ്മെന്റ്സും ഓരോ സെറ്റ് എടുത്തിട്ടുണ്ട്. 50,000 ഞാൻ ആ റൂമിൽ ഫസ്റ്റ് കവർ ചെയ്തത്. എന്റെ അമ്മേ, എനിക്കിത് കേൾക്കുമ്പോൾ ഇൻസ്പിറേഷൻ. കാര്യം ഞാൻ ഇവിടെ മുഴുവൻ കണ്ടു കേട്ടോ. ഒരു റൂമിൽ തുടങ്ങിയിട്ട് വിശാലമായ ഷോറൂമായിട്ട് മാറിയിരിക്കുകയാണ് ആ വീടിന്റെ ഒരു എക്സ്റ്റൻഷൻ ഞാനിപ്പോൾ കാണുന്നുണ്ട്. നിങ്ങൾ അത് ഞങ്ങൾ ഷോക്കേസ് ചെയ്യുന്നതായിരിക്കും. കാര്യം അത്രയും വലുതാണ്. 50,000 രൂപയിൽ നിന്ന് തുടങ്ങി. ആലോചിച്ച് നോക്കുക, വെറും 50,000 രൂപയിൽ തുടങ്ങി. ഇപ്പൊ ഏൺ ചെയ്യുന്നതൊക്കെ എത്രയാണെന്നുള്ളത് നമുക്ക് ഇനി പറയുമായിരിക്കും. ഇൻകം ടാക്സ് ആരൊന്നും വരില്ല. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആൾക്കാർക്കൊരു അവർക്ക് മനസ്സിലാവണം ഇതിന്റെ റിയാലിറ്റി എന്താണെന്നുള്ളത്. അപ്പൊ 50,000 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ലഭിക്കും. കാര്യം 50,000 രൂപ കൊണ്ട് നമുക്ക് തുടങ്ങി അല്ലേ. ഇതിൽ പ്രധാനം ഞാൻ പറഞ്ഞല്ലോ, ഇത് 50,000 രൂപ കൊണ്ടും ചെയ്യാം, 5 ലക്ഷം രൂപ കൊണ്ടും ചെയ്യാം, 35 lakhs കൊണ്ടും ചെയ്യാം. പക്ഷെ നമ്മളിപ്പോ ഞാൻ ആ റൂമിൽ ഞാൻ ചെയ്തത് 50,000 കൊണ്ടാണ് അന്ന് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ നോക്കി, ഇതൊരു റൂറൽ ഏരിയ ആയതുകൊണ്ട് എനിക്കറിയില്ല ഈ ബിസിനസ് ഇവിടെ വർക്ക്ഔട്ട് ആവുമോ ഒരു ധൈര്യം അല്ലേ. ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ, ഒരുപാട് പൈസ ഇല്ലാത്തത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തില്ല. ഞാൻ ആ 50,000 തന്നെയാണ് ഓപ്പൺ ചെയ്തത്. പിന്നെ ഇതിനകത്ത് ഹാർഡ് വർക്കിംഗ് ഉണ്ടായിരുന്നു. എന്റെ ഒരുപാട് ഞാൻ അത്രയും സിൻസിയർ വർക്ക് ആയിട്ടാണ് ഇതിൽ നിന്ന് ഒരു 2 years വരെയും. എത്ര ലേറ്റ് ആയിട്ട് കസ്റ്റമേഴ്സ് വന്നിരുന്നാലും, ചിലപ്പോൾ 10 o'clock ശേഷമൊക്കെ, ഈവനിങ് 10 ശേഷമൊക്കെ കസ്റ്റമർ ഈവൻ ത്രെഡിങ്ങിന് വന്നിരുന്നാലും ഞാനത് മിസ് ചെയ്യാറില്ല, കവർ ചെയ്യും. കസ്റ്റമർ നമ്മുടെ കിങ് ആണ് അല്ലേ. തീർച്ചയായിട്ടും കസ്റ്റമറിന് അവര് തന്നെയാണല്ലോ. നമുക്ക് ബിസിനസിന്റെ ഇതിൽ വരുമ്പോൾ കസ്റ്റമർ തന്നെയാണ്. നമ്മൾ ഇനിയുള്ള മോഡ്യൂൾസിൽ അതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മോഡ്യൂളിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ അവിടെ ഇമ്പോർട്ടന്റ് ആണ് ലോൺ. അപ്പം 50,000 വെച്ച് തുടങ്ങി. അതിനുശേഷം ലോൺ എടുത്തിരുന്നു. ഞാൻ 2008, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2008 മുതലേ ഞാൻ റിസർച്ച് ചെയ്യുവാണ്. ഇതിലെ ലോൺ ഏത്, ലേഡീസിന് വേണ്ടിയിട്ടുള്ള ലോൺ ഏത് എന്നുള്ളത് സെർച്ച് ചെയ്യുവാണ്. അപ്പോഴത്തേക്കാണ് ഞാൻ PMRY എന്നുള്ള സ്കീം, പക്ഷെ അത് ലേഡീസിന് കിട്ടുമോ അങ്ങനെ അറിയില്ല എനിക്ക്. എന്തായാലും 2011 ഞാൻ പാർലർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ 50,000 അല്ലാണ്ട് കയ്യിൽ നിന്ന് തന്നെയാണ്. പിന്നെ 2013 കുന്നത്താൽ ജംഗ്ഷനിൽ കാനറ ബാങ്ക് ഓപ്പൺ ചെയ്തു. കാനറ ബാങ്ക് വന്നപ്പോൾ ഞാൻ അവിടെ അപ്രോച്ച് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ഇതിനെ കുറിച്ച് PMEGP എന്നുള്ള ആ ഒരു സ്കീമിലോട്ട് വരുന്നത്. ഈ PMRY തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ശേഷമാണ് PMEGP എന്നുള്ള സ്കീമിലേക്ക് മാറിയത്. സലൂൺ ആൻഡ് സ്പാ ബിസിനസ് കോഴ്സിലെ ഹോം ബേസ്ഡ് സലൂൺ ബിസിനസിനുള്ള നിക്ഷേപം, വായ്പ, സർക്കാർ പിന്തുണ എന്ന ചാപ്റ്ററിലെ ചെറിയൊരു ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഏതൊരു ബിസിനസ് ആരംഭിക്കുന്നതിനുമുള്ള മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് നിക്ഷേപം, വായ്പ, സർക്കാർ പിന്തുണ. ഈ ഒരു ഭാഗത്തിൽ വ്യക്തത വരുത്തിയാൽ ഈ ബിസിനസ്സിലേക്ക് ആദ്യ ചുവട് വയ്ക്കാം. ഹോം ബേസ്ഡ് ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ അനുമതിയും ലൈസൻസും രജിസ്ട്രേഷനും അടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനായി സലൂൺ ആൻഡ് സ്പാ ബിസിനസിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാല ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാല ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാല ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ കാനറ ബാങ്കിൽ അപ്രോച്ച് ചെയ്തപ്പോ ഇവര് ലൈസൻസ് ഇതൊക്കെ ചോദിച്ചു. എങ്ങനെയാണ് ഇപ്പൊ ലോൺ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ പോയി കേറി ഇറങ്ങണം. അതങ്ങനെയാണ്. അതായത് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലേഡീസ് എല്ലാ ഇപ്പൊ പാർലർ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഇതൊക്കെ ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ അവർക്ക്
ജസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ഫോംസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനും അറിയണം എന്നില്ല. കറക്റ്റ് ആണ്. അപ്പോ അന്നത്തെ ഇവരെന്താ സംഭവിക്കുന്ന വെച്ചാൽ ലേഡീസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് പാർലർ തുടങ്ങണം, അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിന്റെ ഇത് തുടങ്ങണം, ബൊട്ടീക്ക് തുടങ്ങണം, ഇത് ഇറങ്ങി അടുത്ത് നമ്മൾ ബാങ്കിലോട്ട് ചെല്ലുമ്പോൾ അവര് കുറെ ഫോംസും ഫോർമാലിറ്റീസും ബാങ്കിന്റെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളും കൊടുക്കും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ GST അത് ഇത് എല്ലാം വേണം, GST രജിസ്ട്രേഷൻ, 100,000 ചോദ്യങ്ങളായിട്ട് പേടിയായി പോകും. അല്ല ഇതെല്ലാം വരുമ്പോ അവര് മടുത്തു പോകും, ഈ ലേഡീസ് മടുത്തു പോകും. ഇതെങ്ങനെ ആരെടുത്ത് പോകണം, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് അവരിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവര് വിചാരിക്കും ഓ വേണ്ട. അടുത്ത വന്ന് ബാങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇതായിരിക്കില്ല 90%. കാര്യം ബാങ്കുകാർ അവരുടെ ഭാഗം കൂടെ നോക്കും, ഇവര് ലോൺ എടുത്ത് അടയ്ക്കുമോ, ഇവർക്ക് അതിനുള്ള ഇതുണ്ടോ, തിരിച്ചല്ലെങ്കിൽ കഴിവുണ്ടോ, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേരി ചെയ്യും. പക്ഷെ ബാങ്കുകാർ വേറൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ഫിനാൻഷ്യലി ഉള്ളവരാണെങ്കിൽ ബാങ്കിൽ ലോണിന് അപ്രോച്ച് ചെയ്യില്ല ഒരിക്കലും. അപ്പോൾ അത് അവർ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയിൽ അത് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള 1-2 കാര്യങ്ങൾ അവര് നോക്കുക. ഇപ്പോ എന്താ ഫിനാൻഷ്യലി സപ്പോർട്ട് ഒത്തിരി ഉണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ എന്തിനാ ഈ 3 lakhsന് അല്ലെങ്കിൽ 2 lakhsന് ലോൺ എടുക്കാൻ പോകുന്നത്? എക്സാക്ട്ലി, വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോ ആ കാശ് ഉണ്ടെങ്കിൽ നമ്മൾ തുടങ്ങൂലേ, എന്തിനാണ് നമ്മൾ ലോൺ എന്നുള്ള ഇതിന് പോകുന്നത്. അപ്പോ പിന്നെ ബാങ്കിൽ ചെയ്യുമ്പോൾ അവർ ഒത്തിരി ക്വസ്റ്റ്യൻസ്, അതായത് അവര് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന എന്തിനാ, ഈ വന്നിരിക്കുന്ന ആള് ജെന്യൂൻ ആയിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതാണോ എന്നാണ് അവര് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ജെന്യൂൻ ആയിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണോ, ഇയാൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടോ, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ലേഡീസിന് വിമൻസിന് ലോൺ അവൈലബിൾ ആണ്, എന്തെങ്കിലും ചുമ്മാ ചെയ്ത് കൊണ്ടുപോകുക, അതൊക്കെയാണ് ഇവര് ചെക്ക് ചെയ്യുന്നത്. പ്രോജക്ട് റിപ്പോർട്ട് അങ്ങനെ പലരും ഈ ലോൺ മിസ്യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്രോസ് ചെക്കിംഗ് ആവശ്യവും കൂടിയാണ് ആണ്. ക്രോസ് ചെക്കിംഗ് ആവശ്യമാണ്, പക്ഷെ അവര് ഒത്തിരി അങ്ങ് അവരുടെ ഒരു മോട്ടിവേഷനെ ബ്ലോക്ക് ആക്കും. ചിലപ്പോ ബാങ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങള് ഒക്കെ അവരാ ഭയങ്കര ഇൻട്രസ്റ്റില് ഞാനിത് ചെയ്ത് സക്സസ് ആക്കി വരാം എന്നുള്ള ഇതിൽ വരുമ്പോ പൊതുവെ ലേഡീസ് എല്ലാവരും ധൈര്യമുള്ളവരായിരിക്കില്ല. അപ്പോ ചെറിയ 1-2 ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കേൾക്കുമ്പോ ഓ അവിടെ പോയാൽ അതിന് അത് ചെയ്യ ഇത് ചെയ്യും, വേണ്ട എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ കുറെ പേര് അങ്ങ് പിന്തിരിഞ്ഞു പോകും, അങ്ങനെ മാറിപ്പോകും. പിന്നെ എനിക്കെന്ന് പറഞ്ഞാല് അവർ പറയുന്നതെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തു, അങ്ങനെ കവർ ചെയ്തതാണ്. നേരത്തെ പറഞ്ഞ ധൈര്യത്തിന്റെ എലമെന്റ് ഉണ്ട്. ധൈര്യം ഒക്കെ അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ലോൺ നമ്മൾ പോകുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് മറുപടി കൊടുക്കുക. കാര്യം നിങ്ങൾ അർഹിക്കുന്ന എമൗണ്ട് ആണ് നിങ്ങൾ അതിനുവേണ്ടി പോകുന്നത്. അപ്പോൾ ഒരാളുടെ മുമ്പിൽ നമ്മൾ തലകുണിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയാണോ ആവശ്യം അത് നോട്ട് ചെയ്യുക. ആ ആവശ്യം ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ഈസിയാണ്, നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എടുക്കാൻ എളുപ്പമാണ്, അതിൻ്റെ പെർമിഷൻ ലെറ്റേഴ്സ് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതൊരു വലിയ ടാസ്ക് അല്ല. അപ്പം നമ്മളിത് കാണുന്ന ആൾക്കാർ, ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരോട് പറയുകയാണ്, ദിസ് ഇസ് എ വെരി സിമ്പിൾ പ്രോസസ്സ്. നിങ്ങൾ ആ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ജിജി നമുക്ക് പറഞ്ഞു തന്നു എന്താണ് അവിടെ ചെയ്യുന്ന ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. എല്ലായിടത്തും നിങ്ങൾക്ക് ഒരേപോലെ ആയിരിക്കില്ല, പക്ഷെ ആ ധൈര്യം വേണം. ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ബാക്ക് സ്റ്റെപ്പ് എടുക്കണം. നിങ്ങളുടെ പാഷൻ നിങ്ങളെ കൊണ്ടുപോകും. അതായത് ധൈര്യക്കുറവ് വരുന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവര് പാർലർ സ്റ്റാർട്ട് ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ക്യാഷ് വേറെ എന്തെങ്കിലും ആവശ്യത്തിലേക്ക് അങ്ങനെ വേറെ ബിസിനസ് ഇതിന്റെ അങ്ങനെ ഉദ്ദേശം കാണും. അപ്പോഴാണ് ഇവർക്ക് പിടി വീഴുന്നത്. അതായത് നമ്മൾ ജെന്യൂൻ ആയിട്ട് ഞാൻ ഇതിനാണ് ചെയ്യുന്നതെന്ന് ഒരൊറ്റ വാക്കുണ്ടെങ്കിൽ അത് തന്നെയാണ്, അതിനകത്ത് വേറെ ഇതില്ല. ഇത് ഇവര് ചെന്നിട്ട് ഓരോ കാര്യം ചോദിക്കുക, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയോ, ഒന്നും അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ ഞാൻ ലോൺ ഇത് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോവുകയാണ്, എനിക്ക് ലോൺ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബാങ്കുകാർ ക്രോസ് ചെക്ക് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിലെല്ലാം ഇവര് പോകും. അപ്പൊ നമ്മൾ ലോൺസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ലോൺസ് ആണ്, എന്തെല്ലാം സ്കീംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് MSMEയുടെ ഭാഗമായിട്ട് മുദ്രയുടെ 3 കാറ്റഗറി ഉണ്ട്. അതില് നമുക്ക് 50,000 വരെയുള്ള ലോണൊക്കെ ആണെങ്കിൽ ശിശു എന്ന പേരിൽ അവൈൽ ചെയ്യാൻ പറ്റും. പിന്നെ 5 lakhs വരെയൊക്കെ ആണെങ്കിൽ കിഷോർ 10 lakhs വരെയാണെങ്കിൽ തരുൺ എന്ന പേരിൽ 10 ലക്ഷം വരെ നമുക്ക് എടുക്കാൻ പറ്റും. 50,000 അതുപോലെ 5 ലക്ഷം, അതിനുശേഷം 10 ലക്ഷം വരെ ലോൺ നമുക്ക് അവൈൽ ചെയ്യാൻ, ലേഡീസിന് അവൈൽ ചെയ്യാൻ പറ്റും. ഇതില് നമുക്ക് 35% സബ്സിഡി ഉണ്ടാവും. 35% സബ്സിഡി ഉണ്ടാവും. അതായത് ഇപ്പോ 5 lakhsനാണ് ഒരാള് ലോൺ എടുക്കുന്നതെങ്കിൽ 1,70,75,000 വരെ അവർക്ക് തിരിച്ചടയ്ക്കണ്ട. 1,70,75,000 വരെ തിരിച്ചടയ്ക്കണ്ട. 35% സബ്സിഡി ഉണ്ടാവും. 3,25,000 അവർ അടച്ചാൽ മതി. 3,25,000 ലോൺ എടുക്കുന്ന എമൗണ്ട് അത്രയും, അത് വലിയ ഒരു കാര്യമാണ്. പലപ്പോഴും ഉണ്ടല്ലോ 10 lakhsനാണെങ്കിൽ 35% എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 7.5
5 നമ്മൾ തിരിച്ചടച്ചാൽ മതി. മതി. ഓ, ഇത് നമ്മൾ എപ്പോഴും നമ്മൾ സർക്കാരിനെയൊക്കെ കുറ്റം പറയും. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് നമ്മൾ സർക്കാരിനെ വിമർശിക്കും, ഒരു ഇത് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ എന്താ പറയുക, ഇപ്പം ഈ പറയുന്ന സമയത്താണ് എനിക്കും മനസ്സിലായത് ഇതിന്റെ കാറ്റഗറീസ് ഇത്രയൊക്കെയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ മുദ്രാ ലോൺ ഇങ്ങനെ 3 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും അത് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഗവൺമെന്റ് ധാരാളം സ്കീംസ് ഇന്ന് ഒരുപാട് ലേഡീസിന് വേണ്ടി അല്ലെങ്കിൽ ഇതുപോലെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ടല്ലേ? അതെ, 10 lakhsന് 6.5 35% എന്തായാലും സബ്സിഡി ഉണ്ടാവും. അപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ലേഡീസ് എന്തായാലും അത് അവെയിൽ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് തന്നിട്ടുള്ള ഈ സ്കീംസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്ക് അവർക്ക് ഒരു ഗവൺമെന്റ് ജോബ് ഉണ്ട്, അപ്പോൾ അത് വേണ്ട. അല്ലാത്ത കുട്ടികൾ ഇതുപോലെ കഴിഞ്ഞവര് അല്ലെങ്കിൽ പാർലർ ഒക്കെ ചെയ്യുന്നവര് ഇപ്പൊ ഈ ചോദ്യം അങ്ങനെ എംപ്ലോയിഡ് ജോലി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് അത് ഞാൻ പറയാം. അതായത് എനിക്ക് കുഞ്ഞുനാള് മുതലേ എല്ലാവരും പറയും ഗവൺമെന്റ് ജോലി വേണം, സെക്യൂർഡ് ആണ്, ലൈഫ് സെക്യൂർഡ് ആണ് എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ ഗവൺമെന്റ് ജോബിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയല്ല. നമ്മൾ എത്ര ഓൺട്രപ്രണേഴ്സിനെ ഇത് മോട്ടിവേറ്റ് ചെയ്യുന്ന അറിയാമോ? നമുക്ക് അതല്ല, നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുവന്നാൽ അതിന്റെ സക്സസിന്റെ സിമ്പിൾ ആണ് നമ്മുടെ മെന്റർ ജിജി. ഇതിപ്പോ ഗവൺമെന്റ് എംപ്ലോയീസ് കേൾക്കുമ്പോ തീർച്ചയായിട്ടും അതെന്റെ ഒരു വിവരമില്ലായ്മ എന്നേ അവർ പറയത്തുള്ളൂ, അല്ലെങ്കിൽ എന്റെ അറിവില്ലായ്മ, അല്ലെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടാ, ബെനിഫിറ്റിനെ കുറിച്ച് അറിഞ്ഞൂടാ എന്നേ പറയത്തുള്ളൂ. പക്ഷെ സ്റ്റിൽ ഇതെനിക്ക് ചെറുതിലേ മുതൽ ഒരു 15 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതലേ ഞാൻ തിങ്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവര് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നു, അതെല്ലാം നമ്മൾ ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കൺട്രിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, സമ്മതിച്ചു. ഡെയിലി രാവിലെ പോകുന്നു, ഡ്യൂട്ടി കഴിയുന്നു, തിരിച്ചു വരുന്നു, ഒരു ലീവ് എടുക്കാൻ പറ്റുന്നില്ല, ഒരു എന്റർടൈൻമെന്റ് പറ്റുന്നില്ല, പിന്നെ കുറച്ച് ലീവ്സ് കാര്യങ്ങൾ അവരായി കൊടുക്കുന്നു, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ ഒരു ഫിക്സഡ് സാലറിയിൽ ഇങ്ങനെ പോകുന്നു. അത്രയാണ് എനിക്ക് ഗവൺമെന്റ് ജോബിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അടുത്ത വന്ന് ഇവർ ഏൺ ചെയ്യുന്ന എമൗണ്ട് എല്ലാം നാളെ ഒരു സമയത്ത് 60 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ എന്ന പേരിൽ ഇവർക്ക് തന്നെ കൊടുക്കുന്നു. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെ 60 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ എമൗണ്ട് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തിങ്ക് ചെയ്തിട്ടുള്ളത് നമ്മള് അതിനേക്കാളും നമുക്ക് ബിസിനസ്സിൽ ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്രീഡം ആപ്പ് നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ്. അല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഈ 60 വയസ്സ് വരെ ഏൺ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്താല് നമുക്കൊരു 30 ഏജ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എത്തിക്കഴിയും. അതെ, ഇത് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് മതി ഈ ഒരു 60 വയസ്സിൽ പെൻഷൻ എന്ന് പറയുന്ന നിങ്ങൾ ഈ പറയുന്ന സംഭവം അതുവഴിയെ നമുക്ക് കിട്ടും. പിന്നെ ഫിനാൻസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും പ്രൈവറ്റ് ബാങ്കിലൊന്നും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യരുത്. എപ്പോഴും പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ അതുപോലെയുള്ള നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് നോക്കി ചെയ്യുക. അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ലോണിലേക്ക് വന്നപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞു. കൂടാതെ ഈ ഒരു കോഴ്സ് ചെയ്യുന്ന ആൾക്കാരുടെ ഉദ്ദേശം അത് തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ തുടങ്ങുന്ന സമയത്ത് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ടെസ്റ്റ് എഴുതിയ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മുടെ ലക്ഷ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ത്രൂ ഇതുപോലുള്ള വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മെന്റേഴ്സിന്റെ സഹായത്തോടു കൂടി. അപ്പൊ ആ രീതിയിൽ ഇപ്പോൾ ജിജി പറഞ്ഞ വാക്കുകൾ നമ്മുടെ കോഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ ചിന്തിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പറഞ്ഞു, ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ ആ ജോലി ചെയ്ത് 60 വയസ്സ് വരെ നമ്മൾ കഷ്ടപ്പെടുന്നു, അതിനുശേഷമാണ് കിട്ടുന്നത്. ആ സമയത്ത് നമുക്ക് അതിന്റെ ഹെൽത്ത്, നമ്മുടെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും, ആ പൈസ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ സക്സസ്ഫുൾ ആയിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഹോം ബേസ്ഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അത് വേറൊരു ലെവലിൽ എത്തിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ നമ്മുടെ മെന്റർ ജിജിയുടെ എക്സ്പീരിയൻസ് തന്നെയാണ് പറഞ്ഞത്, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ആ ഒരു സക്സസിന്റെ സിമ്പിൾ തന്നെയാണ്. അപ്പൊ അതിന്ന് ഉള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളോടും അത് പങ്കുവയ്ക്കുന്നത്. ഹോം ബേസ്ഡ് സലൂൺ ബിസിനസിന് ആവശ്യമായ നിക്ഷേപം, വായ്പ, സർക്കാർ പിന്തുണ എന്നിവയടങ്ങിയ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഈ ചാപ്റ്റർ മുഴുവനായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായി സലൂൺ ആൻഡ് സ്പാ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.